ട്രംപിന്റെ അഹങ്കാരത്തിന്മേൽ സെലൻസ്കിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇതോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അഹങ്കാരത്തിന് മുന്നിൽ പതറാത്ത യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് മുന്നിൽ ട്രംപ് നാണം കെട്ടിരിക്കുകയാണ്. രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ചർച്ചയ്ക്ക് എത്തിയിട്ട് ഇത്തരത്തിൽ ഒരു അടിച്ചുപിരിയൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ സമാധാന ചർച്ച വാക്കേറ്റത്തോടെയും വെല്ലുവിളികളോടെയും പിരിയുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെ എല്ലാ അർത്ഥത്തിലും സെലൻസ്കി വെല്ലുവിളിച്ചു എന്ന് തന്നെ പറയാം. ഓവൽ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കിടെ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി. പിന്നാലെ വൈറ്റ് ഹൗസിൽ നിന്ന് സെലൻസ്കി മടങ്ങുകയും ചെയ്തു. ഇതോടെ യുക്രൈൻ റഷ്യ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടെ യുക്രൈനിൽ റഷ്യ ബോംബാക്രമണവും നടത്തിയിട്ടുണ്ട്. അതേസമയം റഷ്യയ്ക്ക് വേണ്ടി അമേരിക്ക നിലപാടെടുത്തതാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചത്. റഷ്യയ്ക്ക് വേണ്ടിയായിരുന്നു ട്രംപ് ചർച്ചയിലുടനീളം സംസാരിച്ചത്. ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറയുകയും ചെയ്തു. പുടിൻ വിശ്വസിക്കാനാകാവുന്ന വ്യക്തിയല്ലെന്നും കൊലയാളിയോടൊരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നും വ്യക്തമാക്കിയ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ മൂന്നാം ലോക യുദ്ധം ഉണ്ടായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടേതെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. അമേരിക്ക ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന ട്രംപിന്റെ വാക്കുകൾക്ക് താൻ അമേരിക്കൻ ജനതയോട് നിരവധി തവണ നന്ദി പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി. എന്തായാലും രാഷ്ട്ര നേതാക്കളുടെ പതിവ് ചർച്ചകളിൽ നിന്നു മാറി പരസ്പരം വാക്കുതർക്കത്തിലേക്ക് നീണ്ടതോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത്. അതേസമയം ഇത്തരത്തിലൊരു നയതന്ത്ര ചർച്ച ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. ട്രംപിന്റെ റഷ്യൻ അനുകൂല നയം മയപ്പെടുത്താനും US സൈനിക സഹായം ഉറപ്പാക്കുന്നതിനും റിപ്പബ്ലിക്കൻ കക്ഷി നേതാക്കളുടെ പിന്തുണ നേടാൻ സന്ദർശനം സഹായിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സെലൻസ്കി. എന്നാൽ ഇതെല്ലാം വെറുതെയായി പോയി എന്ന് തന്നെ പറയാം. തർക്കത്തോടെ അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവായി സെലൻസ്കി മാറിയിട്ടുമുണ്ട്. പിന്നാലെ US ഇടപെടുകയാണെങ്കിൽ സെലൻസ്കി സമാധാനത്തിന് തയ്യാറല്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നും സെലൻസ്കി USനെ അപമാനിച്ചെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ ആരോപിച്ചു. സമാധാനത്തിന് തയ്യാറുള്ളപ്പോൾ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്നും ട്രംപ് പറയുന്നു. എന്തായാലും റഷ്യക്കെതിരായ യുദ്ധത്തിൽ ജോ ബൈഡൻ ഭരണകൂടം യുക്രൈന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകിയിരുന്നുവെങ്കിലും റഷ്യ അനുകൂല നിലപാടാണ് ട്രംപിനുള്ളത്. സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നീക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ധാതുവിഭവങ്ങൾ, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയ്ക്കൊപ്പം തുറമുഖങ്ങളുടെയും പ്രകൃതിവാതക ടെർമിനലുകളുടെയും ഉടമസ്ഥതയും USന് കൈമാറണം. ഇതിന് പകരമായി സൈനിക സുരക്ഷാ ഉറപ്പുകളൊന്നും കരാറിലില്ലെന്നതാണ് ശ്രദ്ധേയം. സെലൻസ്കി ട്രംപ് ചർച്ച പൊളിഞ്ഞതിന് പിന്നാലെയാണ് യുക്രൈനിൽ റഷ്യ ബോംബാക്രമണം നടത്തിയത്. ഖർക്കീവിലെ ആശുപത്രിയിലായിരുന്നു ഡ്രോൺ ആക്രമണം. അതേസമയം ട്രംപിനോട് പിണങ്ങിപ്പോയ സെലൻസ്കിക്ക് മറുപടി നൽകാനാണ് ഈ ആക്രമണമെന്നാണ് വിലയിരുത്തൽ.